എസ് രാഗിനുണ്ട്. രാഗിൻ, ഓരോ ദേശവും എന്ത് സസ്പെൻസ് ആയിരിക്കും, എന്ത് സർപ്രൈസ് ആയിരിക്കും ഇത്തവണ ഒളിച്ചു വെച്ച എന്നുള്ളതാണ്. പച്ചപ്പുലി, വെള്ളപ്പുലി, കരിമ്പുലി, ഫ്ലൂറസെന്റ് പുലി, അങ്ങനെ പല തരത്തിലുള്ള പുലികളുണ്ട്. രാഗിന് ചുറ്റും ഏതൊക്കെ പുലികളാണുള്ളത്, എവിടെ എത്തിയിട്ടുണ്ട്? വെള്ളിയന്നൂർ ദേശം ഇപ്പോൾ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് നടന്നെടുക്കുകയാണ്. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ വരയംപുലിയുണ്ട്, ഫ്ലൂറസൻ പുലിയുണ്ട്, പച്ചപ്പുലിയുണ്ട്, ചുവന്ന പുലിയുണ്ട്, അതോടൊപ്പം തന്നെ സിൽവർ പുലിയുണ്ട്. അങ്ങനെ വിവിധ നിറത്തിലുള്ള പുലികളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ചുവടുകൾ വെച്ച് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നു. സ്വരാജ് റൗണ്ടിൽ എത്തുമ്പോഴായിരിക്കും ഈ പുലികളിയുടെ ഒരു പാരമ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. അത്യന്തം ആവേശകരമായിട്ടുള്ള, അത്യന്തം ആഹ്ലാദകരമായിട്ടുള്ള, ത്രസിപ്പിക്കുന്ന മുഹൂർത്തങ്ങൾക്കാണ് തൃശ്ശൂർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് പുലികളിയുടെ ആരവവും ആവേശവുമായിരിക്കും. ഇത്രയും നേരം പുലി മടയിലായിരുന്നു പുലിക്കുട്ടികൾ. അവർ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഓരോ ദേശക്കാരും ഇപ്പോൾ ഈ വീഥികളിലേക്ക് ഇറങ്ങി ഇപ്പോൾ അകത്തേക്ക്, അതായത് സ്വരാജ് റൗണ്ടിന് ഉള്ളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു പൊളി മൂടാണ്, പുലി മൂടാണ്, ഓണം മൂടാണ് എന്ന് പറയാൻ കഴിയും. 4ാം ഓണമാണ്. ഓണത്തിന്റെ ഒരു സമാപന ആഘോഷം എന്ന നിലയിൽ കൂടി തന്നെയാണ് ഇക്കാര്യങ്ങൾ കാണുന്നത്. ഗംഭീരമല്ലേ? ഗംഭീരമല്ലേ? അല്ല പിന്നെ അടിപൊളിയാണെന്ന് പറയാനില്ല. ഇത്ര സൂപ്പർ വേറെ ഉണ്ടായിട്ടില്ല, ഇത്ര സൂപ്പർ കളികൾ ഉണ്ടായിട്ടില്ല, ഇത്ര നല്ല ടീം ഉണ്ടായിട്ടില്ല. ഇത് ഞങ്ങൾ തകർത്തിരിക്കും, അടിച്ച് പൊളിച്ച് തകർത്തിരിക്കും. ഞങ്ങളിവിടെ തൃശ്ശൂർക്കാരുടെ ഓണം എന്നാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. ശരിക്കും തൃശ്ശൂർക്കാർക്ക് ഇന്നാണ് ഓണം അവസാനിക്കുക. ഞങ്ങൾ പുലികളെ ഇന്ന് തകർക്കണം. ഇവിടെ 9 ടീം ഞങ്ങൾ തകർക്കൂടെ. ഒന്ന് തകർക്കാവോ? ഇപ്പൊ ഒന്ന് തകർക്കാവോ? തകർത്തുകൊണ്ടിരിക്കല്ലേ, നമുക്ക് ആ കോർപ്പറേഷൻ അവിടെ നമുക്ക് സ്റ്റാർട്ടിങ്ങിനെ പറ്റില്ലേ. ഇപ്പൊ ഒന്ന് വെളിയന്നൂർ ദേശമാണ് ഇപ്പോൾ ചുവടുകൾ വെച്ച് മുന്നോട്ട് നീങ്ങുന്നത്. ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഞ്ഞപ്പുലിയൊക്കെ കാണുന്നുണ്ട്. അതിനിടയിൽ അവിടെ സിംഹമാണോ? അതിന് മുൻപിലുള്ള ആരായിരുന്നു? ഒരു വെള്ള താടിയൊക്കെ. കേട്ടില്ല. ഈ പുലികൾക്കൊക്കെ മുൻപിലായിട്ട് ഒരു താടിയുള്ളൊരു പുലിയെ കണ്ടു. അത് പുലിയാണോ സിംഹമാണോ? ആരാണത്? ഇതൊരു പുലിയാണ്. എന്താണ് എന്നത്തോളം ആവശ്യമുണ്ട്? ഇത് പുലിയല്ലേ? അതെ അതെ അതെ. ഇത് വേറിട്ടൊരു വേഷമാണല്ലോ. വെള്ളപ്പുലിയാണ്. വെള്ളപ്പുലി. ആ വെള്ളപ്പുലിയുടെ വേഷമാണിത്. അതിന് തൊട്ട് മുൻപിലായിട്ട് കുറച്ച് കുട്ടിപ്പുലികളുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ദക്ഷപ്പുലി ഉൾപ്പെടെയുള്ളവർ. കുട്ടിപ്പുലികളെ നമുക്കൊന്ന് കാണാം. കുട്ടിപ്പുലികളുടെ നിരയാണ് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത്. കുട്ടിപ്പുലികളൊക്കെ തന്നെ അണിനിരന്ന് മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. അതെ, സൈഡിൽ കാണാൻ പറ്റില്ല. എങ്ങനെയുണ്ട്? നേപ്പാളി പുലി അല്ലേ? നേപ്പാളിൽ നിന്ന്. ഇത് ദക്ഷപ്പുലി അല്ലേ? എന്തുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഇവിടെ ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ നടന്നു നീങ്ങുന്നത് കാണാൻ ഒരുപാട് പേരാണ് ഈ വീതിക്ക് ഇരുവശവും നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്തായാലും വലിയ അരങ്ങായി തന്നെ വെളിയന്നൂർ ദേശം ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അത്യന്തം ആഹ്ലാദകരമായിട്ടുള്ള, സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്ക് ഇപ്പോൾ തൃശ്ശൂർ സാക്ഷിയാകുന്നു. തൃശ്ശൂർ നഗരത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഈ സ്വരാജ് റൗണ്ടിലേക്ക് നടന്നെടുക്കുകയാണ്. ഈ പുലിക്കൂട്ടങ്ങളൊക്കെ തന്നെ സ്വരാജ് റൗണ്ടിലേക്ക് നടന്നെടുക്കുന്നു. വെളിയന്നൂർ ദേശമാണ് 4 മണിക്ക് തന്നെ ആദ്യമായി ഇപ്പോൾ എത്തുന്നത്. ആദ്യമായി എത്തുന്ന സംഘങ്ങളിൽ ഒന്നാണ് വെളിയന്നൂർ ദേശം. അതുകൊണ്ട് തന്നെ ആ ഒരു ആരവത്തോടു കൂടി തന്നെ ചെണ്ടയുടെ വന്യതാളത്തിനൊപ്പം ചുവടുകൾ വെച്ച് പുലിക്കൂട്ടങ്ങളൊക്കെ തന്നെ മുന്നോട്ട് നീങ്ങുന്നു. ഉദരഭാഗത്ത് പുലിയുടെ മുഖം വരച്ചു ചേർത്തിരിക്കുന്നു. ദേഹമാസകലം പുലി വരകളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പെയിന്റ് അരക്കൽ തുടങ്ങിയിരുന്നു. ഇന്ന് പുലർച്ചെ മുതൽ ഒരുങ്ങി നിൽക്കുകയാണ് അവർ. ആ ഒരുങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ട് ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് സമയം കടന്നു വരുന്നത്. പുലിക്കുട്ടികൾ എന്ന് പറയുമ്പോൾ മുൻപിലുള്ളത് കുട്ടികൾ തന്നെയാണ്. പുലിക്കുട്ടികൾ കുഞ്ഞുങ്ങളാണുള്ളത്. അവരങ്ങനെ കടന്നു വരികയാണ്. രാഗിൻ സൂചിപ്പിച്ച പോലെ തന്നെ ആ മത്സരം, അതിന്റെ വീറും വാശിയുമേറിയ മത്സരത്തിന്റെ ആ മുഹൂർത്തത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും നേരം അവർ നമ്മൾ ചോദിക്കുന്ന ഓരോ ചുവടും വെച്ച് തരികയും നമുക്കൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇനി മത്സരമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ രീതിയിൽ കോർഡിനേറ്റേഴ്സ് അത് നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അതാണ് നമ്മൾ കാണുന്നത്. വെളിയന്നൂർ ദേശം ആദ്യം സ്വരാജ് റൗണ്ടിലേക്ക് എത്തുന്ന ദേശക്കാരിൽ ഒരാൾ വെളിയന്നൂർ ദേശം. അവിടെയുള്ള പുലിക്കുട്ടികളെയും പുലികളെയുമാണ് നമ്മൾ കണ്ടത്. പല വെറൈറ്റികളുണ്ട്.